ഹായ് ഫ്രണ്ട്സ്, ഭാവിൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കടലക്കറി വെച്ചാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അതിനായിട്ട് തലേദിവസം തന്നെ കടല വെള്ളത്തിലിടുക. അപ്പോൾ അത് നല്ലപോലെ വെള്ളമൊക്കെ കയറി നല്ല സ്മൂത്തായിട്ട് റെഡിയായിട്ട് പെട്ടെന്ന് വേഗം വെക്കോളും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൽ കടലയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് അത് അടച്ചു വെച്ച് അത് വേഗം വയ്ക്കുക. ആ സമയത്ത് നമുക്ക് അരപ്പിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 2 തക്കാളി, ഒരു 2-3 പച്ചമുളക്, ഞാനൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ഉള്ളി അല്ലി വെളുത്തുള്ളി, തക്കാളി, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതെല്ലാം ഒന്ന് വഴറ്റുവാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അതൊന്ന് അത്യാവശ്യം നല്ലപോലെ തന്നെ വഴലണം. അതായത് നമ്മളിതാണ് ഈ നമ്മുടെ ഗ്രേവി ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് വഴലണം. അങ്ങനെ വഴന്ന ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടണം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അത്യാവശ്യം നല്ലപോലെ എടുത്തു കേട്ടോ, 1/2 ടീസ്പൂൺ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മസാലയായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ, അതായത് നല്ലൊരു കളറ് വരണം, ഒന്ന് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. അതിൻ്റെ പച്ചമണം എല്ലാം മാറി അതെല്ലാം മൊത്തത്തിലൊന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോഴത്തേക്ക് അതിനൊരു നല്ലൊരു റെഡിഷ് കളറൊക്കെ വരും. ആ ഒരു സമയം വരെ നല്ലപോലെ ഇട്ട് വഴറ്റണം. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് സ്റ്റൗ ഓഫാക്കിയിട്ട് ഒരു ഇച്ചിരി കുറച്ചൊന്ന് തണുക്കാൻ വെച്ച ശേഷം നമുക്കിതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലപോലെ പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പേസ്റ്റ് പരുവത്തിന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത ശേഷം നമ്മളൊരു ചീനച്ചട്ടി വെച്ച് അതിൽ ഇനി കടുക് പൊട്ടിക്കുക. അപ്പോൾ വേറൊന്നും ഇനി എക്സ്ട്രാ ആയിട്ട് കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് അതിൻ്റെ ഇനി എന്തെങ്കിലും ഒന്ന് മാറാനുണ്ടെങ്കിൽ ആ ഒരു പച്ചമണം കൂടെ ഈ ഒരു സമയത്ത് മാറിക്കിട്ടും. അതൊരു നല്ലപോലെ ഒരു തിള വന്ന ശേഷം നമുക്ക് വേണമെങ്കിൽ കറിവേപ്പിലയോ അല്ലെങ്കിൽ നമ്മുടെ മല്ലിയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിൻ്റെ വെള്ളത്തോട് കൂടി ഒഴിക്കുക. കുറേ അധികം വെള്ളം ഉണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, ഫുള്ളും കൂടെ ഒഴിക്കേണ്ട. അപ്പോൾ പറ്റാൻ ഇനിയും കുറേ അധികം സമയം എടുക്കും. നമ്മുടെ കടലയെല്ലാം നല്ലപോലെ വെന്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ആ വെള്ളം ഒഴിച്ച ശേഷം ഇനി അത് ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ ഉപ്പൊക്കെ നോക്കാം. നമ്മൾ ആദ്യം കടല വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വഴറ്റിയതിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാം. ഇനി അതവിടെ ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ അതൊന്ന് കുറുകി ആ കടലയിലേക്ക് അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ ഒന്ന് വരും. അപ്പോൾ അത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഇച്ചിരി കുറുകാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ, ഇച്ചിരി ലൂസായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിന് എടുക്കാം. എന്നാൽ കുറച്ച് തിക്കായിട്ടാണ് അതിൻ്റെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ആ ഗ്രേവി ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ തീ കുറച്ചും കൂട്ടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് പരുവത്തിനങ്ങ് എടുത്തേച്ചാൽ മതി. അപ്പോൾ എന്തായാലും തേങ്ങയൊക്കെ അരയ്ക്കാതെ നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള ഒരു കടലക്കറി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എന്താ പറയുന്നത്, ഒരു തേങ്ങയുടെ ഒരു അരച്ചുള്ള കഷ്ടപ്പാടൊന്നും വരുന്നില്ല. എന്നാൽ നല്ല അടിപൊളി ഗ്രേവിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെന്താ പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പിന്നെന്താ പൊറോട്ടയുടെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നതും വരെ എല്ലാവർക്കും നന്ദി. Thanks for watching.